നമസ്കാരം. യമനിലെ ഹൂത്തി വിമതരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായ മിന്നലാക്രമണം നടത്തി അമേരിക്കൻ സൈന്യം. ഹൂത്തികളുടെ ഭൂമിക്കടിയിലുള്ള ആയുധ സംഭരണ കേന്ദ്രങ്ങളാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർത്തത്. വൻതോതിലുള്ള ആയുധശേഖരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യം തന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേലിന് നേർക്ക് നിരന്തരമായി ഹൂത്തി വിമതർ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ വളരെ ഫലപ്രദമായ രീതിയിൽ ഇസ്രായേൽ തടയുന്നുണ്ടായിരുന്നു. കൂടാതെ അമേരിക്കയുടെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനവും ഇപ്പോൾ ഇസ്രായേൽ പ്രവർത്തന സജ്ജമാണ്. അങ്ങനെ ഹൂത്തി വിമതരുടെ ആക്രമണങ്ങളെ തടയുക എന്നുള്ളത് ഇപ്പോൾ അമേരിക്ക അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി മാറ്റിയിരിക്കുകയാണ്. ഹൂത്തി വിമതരെ സർവ്വശക്തി ഉപയോഗിച്ച് ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നേരത്തെ നടത്തിയിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി അതിക്രമം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹൂത്തി വിമതരും ഹിസ്ബുള്ളയും എല്ലാം തന്നെ ഇസ്രായേലിന് നേർക്ക് ആക്രമണം ആരംഭിച്ചിരുന്നു. ഹൂത്തികളാകട്ടെ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെയായിരുന്നു ആക്രമിച്ചിരുന്നത്. ഇത് തടയുന്നതിന് വേണ്ടിയാണ് അമേരിക്ക അവരുടെ പ്രധാനപ്പെട്ട പടക്കപ്പലുകൾ ചെങ്കടലിൽ വിന്യസിച്ചിരുന്നത്. അതിനുശേഷം ആ കപ്പലുകളെ ആക്രമിക്കുന്നത് ഹൂത്തികൾ നിർത്തിവെച്ചിരുന്നു. പിന്നീടാണ് അവർ ഇസ്രായേലിലേക്ക് നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സേനാ ഉപമേധാവി ബ്രാഡ് കൂപ്പറും ഇസ്രായേലിൻ്റെ ഉപസൈനിക മേധാവി മേജർ ജനറൽ അമീർ ബറാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ച നടത്തി 24 മണിക്കൂറിനകമാണ് അമേരിക്ക ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം യമനിൽ നടത്തിയിരിക്കുന്നത്. യമനിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും അവിടുത്തെ അന്താരാഷ്ട്ര വിമാനത്താവളവും ഒക്കെ തന്നെ നേരത്തെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു. എന്നിട്ടും ഇപ്പോഴും ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് നിരന്തരമായി ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നത് അമേരിക്കയെ ഏറെ അലോസരപ്പെടുത്തിയിരുന്നു. ഇത് തടയുന്നതിന് കൂടെ വേണ്ടിയാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും സൈനിക മേധാവികൾ കൂടിക്കാഴ്ച നടത്തിയത്. അവരുടെ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്താണെന്നുള്ള കാര്യം ഇനിയും പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹൂത്തി വിമതരെ കൂടി ഇല്ലാതാക്കിയാൽ മാത്രമേ സമാധാന ചർച്ചകൾ കൃത്യമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടുത്ത ലക്ഷ്യം ഹൂത്തി വിമതരാണ് എന്ന് അമേരിക്കയും പ്രഖ്യാപിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. അവർ പിന്നീട് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടു. ഇപ്പോൾ സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പ് ആക്കിയാൽ മതി എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നാൽ അവരുടെ പല പ്രവൃത്തികളും സംശയം ജനിപ്പിക്കുന്നതായതുകൊണ്ടാണ് ഇസ്രായേൽ പെട്ടെന്ന് തന്നെ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് പോകാത്തത്. അവരുടെ കൈവശമുള്ള ബന്ദികളുടെ എണ്ണത്തിൽ സംശയമുണ്ട്. അവരെത്ര പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഹമാസുമായിട്ട് ചർച്ച നീണ്ടുപോകുന്നത്. പിന്നെ ഹൂത്തി വിമതറാണ് ഈ രണ്ട് തീവ്രവാദ സംഘടനകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശക്തി കുറഞ്ഞവർ. പക്ഷേ ഇവരെല്ലാവരും തന്നെ ഇറാനിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നവരാണ്. ഈ മാസം 20 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി ഇറാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകളും ഇറാനുമെല്ലാം വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ തങ്ങളുടെ കൈവശമുള്ള പരമാവധി ആയുധങ്ങൾ ഇസ്രായേലിന് നേർക്ക് പ്രയോഗിച്ച് അവയെല്ലാം തീർക്കാൻ ഒരുപക്ഷെ ഹൂത്തി വിമതർ ശ്രമിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. എന്തായാലും അമേരിക്ക കൂടി സജീവമായി ഇടപെട്ട് തുടങ്ങിയതോടുകൂടി ഹൂത്തി വിമതരുടെ കാര്യത്തിൽ അടിയന്തരമായി തന്നെ ഒരു തീരുമാനമുണ്ടാകും. ആ സംഘടനയെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ഇപ്പോൾ അമേരിക്കയുടെ ശ്രമം.